എനിക്ക് ഒരു ചോദ്യം കൂടിയുണ്ട്. നന്ദന മേഡം തിരിച്ചു വന്ന് ഹരി സ്വീകരിക്കോ? അങ്ങനെ ഒരവസ്ഥ ഉണ്ടായിക്കൂടാ. ഉണ്ടായാൽ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല സജീവ്. ഇത്തരം സാങ്കല്പിക ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് മനസ്സിലെ ചില ആഗ്രഹങ്ങൾ മുളപൊട്ടുമ്പോഴാണ്. മോഹത്തിന്റെ ആ മുളകളെ നുള്ളിക്കളയണം. നമുക്ക് വേണ്ടിയല്ല, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. എന്നാ പിന്നെ ഞാൻ എന്നോട് സംസാരിക്കാനായി അമ്മ എന്തോ വിഷയം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചു. അല്ലാതെ തന്നോട് അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? ഇല്ല. അമ്മ ചില കാര്യങ്ങളിൽ തീരുമാനമെടുത്ത മട്ട 3 മാസത്തെ കാലാവധി തരുന്ന എന്നോട് പറഞ്ഞത്. അതൊരു സമയപരിധിയാ. 3 മാസം ആവുമ്പോഴേക്കും നമ്മൾ തമ്മിലുള്ള ബന്ധം ഒന്നുകിൽ ഉറപ്പിക്കണം, അല്ലെങ്കിൽ മുറിച്ചു കളയണം. സമയത്തിന്റെ ഈ നിബന്ധന വെച്ചത് അമ്മയാണോ? പിന്നെ ഞാനാണോ? വിശ്വാസമില്ലെങ്കിൽ തനിക്ക് അമ്മയോട് ചോദിച്ച് ഉറപ്പുവരുത്താം. വിശ്വാസക്കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ 3 മാസത്തെ സമയം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്തായിരിക്കും? അതിനുള്ളിൽ അഭിനയം മറന്നിട്ട് ജീവിച്ചു തുടങ്ങണം. അതിനാണ് അത്രയും സമയം. അതല്ലെങ്കിൽ ബന്ധം വേർപ്പെടുത്തണം. ആലോചിച്ചൊരു തീരുമാനത്തിലെത്താൻ അത്രയും സമയം വേണ്ടിവരുമെന്ന് അമ്മ വിചാരിച്ചു കാണും. 3 മാസം പോയിട്ട് 3 മിനിറ്റ് കൊണ്ട് തനിക്ക് ഡിസിഷൻ എടുക്കാൻ കഴിയുമെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. എന്നെ മാത്രം കക്ഷി ചേർക്കുന്ന എന്തിനാ? ഈ പറയുന്ന ആളിന് നിലപാടുണ്ടാവില്ലേ? അമ്മ ഇക്കാര്യം പറഞ്ഞത് എന്നോടല്ല. അതുകൊണ്ട് എന്താന്ന് വെച്ചാ തീരുമാനിക്കാം. താലി കെട്ടിയ ആളിനാണ് ഇക്കാര്യത്തിൽ മുൻഗണന. അങ്ങനെ വ്യവസ്ഥയൊന്നുമില്ല. തനിക്കും ഡിസൈഡ് ചെയ്യാവുന്നേ ഉള്ളൂ. വേണ്ടെന്ന് വെക്കാനാണെങ്കിൽ നോ എന്നൊരൊറ്റ വാക്ക് മതിയല്ലോ. തുടരാനാണെങ്കിൽ പോരെ കൂടുതൽ ആലോചനകൾ. എങ്കിൽ നോ എന്ന് നന്ദന പറഞ്ഞേക്കൂ. അതോടെ ഒരു തീർപ്പാവുമല്ലോ. അങ്ങനെ അതും എന്റെ തലയിൽ ഏൽപ്പിക്കാൻ നോക്കണ്ട. കല്യാണത്തിന് മുൻകൈ എടുത്ത് ഞാനല്ല. ഞാനും അല്ല. ഇങ്ങനെ മുട്ടാതർക്കങ്ങളും മുടന്ന ന്യായങ്ങളും മുന്നോട്ട് വെക്കാതെ താൻ പറയൂ, നീ എന്താ വേണ്ടതെന്ന്. വാതിലുകളില്ലാത്ത ഒരൊറ്റ മുറിയിലേക്ക് ഒരാളെ ഓടിച്ചു കയറ്റിയിട്ട് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിക്കുന്ന പോലെയാണിത്. രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് വിധത്തിലും രക്ഷപ്പെടാം. ഒന്ന് പറഞ്ഞാൽ മതി, എപ്പോ വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാമെന്ന്. താൻ വീരവാദം മുഴക്കിയത് ഞാൻ മറന്നിട്ടില്ല. എന്നിട്ടെന്താ ഇതുവരെ അത് ആവശ്യപ്പെടാതിരുന്നത്? ഞാൻ കരുതിയത് ആ നിമിഷം എന്നോട് ഇറങ്ങിപ്പോവാൻ പറയുന്ന. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാലും എനിക്കൊന്ന് ആലോചിക്കണം. എന്തായാലും ഇത്രയൊക്കെ ആയല്ലോ. എത്രയായെന്ന്? എന്താ താൻ ഉദ്ദേശിക്കുന്നത്? തോറ്റു പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ സമയം കഴിഞ്ഞു. തന്നെയുമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പിന്മാറിയ കുറേയേറെ ആരോപണങ്ങൾ എന്റെ പേരിൽ ബാക്കിയാവും. അതുകൊണ്ട് ഞാനായിട്ടൊന്നിനും ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല. ഇതുവരെ അഡ്ജസ്റ്റ്മെന്റിൽ കഴിഞ്ഞതുപോലെ ഇനിയോടെ തുടരാൻ പറ്റില്ല എന്ന് അമ്മ പറഞ്ഞത് മറന്നുപോയോ? എന്നോട് മാത്രമായിട്ടല്ല അമ്മ അങ്ങനെ പറഞ്ഞത്. അഡ്ജസ്റ്റ്മെന്റിൽ തുടരാൻ എനിക്കൊട്ട് താല്പര്യമില്ല. പിന്നെ
ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നെന്ന് കുറഞ്ഞ പക്ഷം അമ്മയ്ക്കെങ്കിലും തോന്നണം. സ്നേഹമില്ലെങ്കിലും പരിഗണനയുണ്ടെന്ന് എനിക്കും തോന്നണം. അത് ശരി. നന്ദന എന്നോട് കണക്ക് പറയാണോ? അല്ല, കണക്കിൽ കൊള്ളിക്കാവുന്നതും അളന്നെടുക്കാനാവുന്നതുമല്ല സ്നേഹം എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. എവിടുന്ന് കിട്ടിയ ആ തിരിച്ചറിവ്? അച്ഛനിൽ നിന്ന്. എന്നെ ഒരുപാട് സ്നേഹിക്കുകയും എന്നെ ഓർത്ത് സങ്കടപ്പെട്ട് ഈ ലോകം വിട്ടു പോവുകയും ചെയ്ത എന്റെ അച്ഛനിൽ നിന്ന്. പിന്നെ ഉദയന്നൂരെത്തിയപ്പോ സേതുലക്ഷ്മി കുഞ്ഞമ്മ, മുത്തശ്ശി, വൈകിയാണെങ്കിലും എന്റെ അമ്മ, അവരിൽ നിന്നെല്ലാം സ്നേഹത്തിന്റെ നാനാർത്ഥങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞു. സ്നേഹത്തിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് എവിടുന്ന് കിട്ടിയെന്നുള്ളതിലെ ദുസ്സൂചന എനിക്ക് പിടികിട്ടി. അതിന് മറുപടിയുണ്ട്. ഉപാധികളില്ലാത്ത സ്നേഹം, അങ്ങനെയൊന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഹരിയേട്ടനിൽ നിന്നാ. കയ്യെത്തും ദൂരത്ത് വന്നെങ്കിലും ആ സ്നേഹം അകലേക്ക് പോയി എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്ന മറ്റൊരു സത്യം. അത്രയ്ക്ക് അങ്ങ് അകലേക്ക് പോയോ? അതെങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ മനസാക്ഷിക്ക് നന്നായി അറിയാം. മനസ്സോടെ കെട്ടിത്തന്നതല്ലെങ്കിലും കഴുത്തിലണിയുന്ന ഈ താലിയെ വഞ്ചിക്കാൻ എനിക്കാവില്ല. തമ്മിൽ ചില നിബന്ധനകൾ വെച്ചാണ് നമ്മൾ ഇതുവരെ ഈ മുറിയിൽ ജീവിച്ചത്. ഇപ്പോ അമ്മയുടെ വകയായി ഒരു പുതിയ നിബന്ധന വന്നിരിക്കുന്നു. 3 മാസത്തെ സമയപരിധി. 90 ദിവസമുണ്ട് മുമ്പിൽ. ഇനി അതല്ല 90 മിനിറ്റ് കൊണ്ടോ വേണമെങ്കിൽ 90 സെക്കൻഡ് കൊണ്ടോ ഒരു തീരുമാനത്തിലെത്താം. അമ്മ സംസാരിച്ചത് മകനോടാണ്. ചോദ്യവും മകനോടേ വരൂ. അന്തിമ തീരുമാനമാവുമ്പോ എന്നോട് പറഞ്ഞാൽ മതി. അപ്പ ആലോചിക്കാൻ എന്ത് വേണമെന്ന്. അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അതിസാമർത്ഥ്യത്തിന്റെ ഭാഷയിലും അധിക പ്രസംഗത്തിന്റെ സ്വരത്തിലുമാണ് താനിപ്പോൾ എന്നോട് സംസാരിച്ചത്. അഭിപ്രായമുണ്ടെനിക്ക് ഇപ്പൊ, പക്ഷേ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതെന്താ? സൗകര്യമില്ല പറയാൻ, അത്ര തന്നെ. ഫോണൊന്ന് എടുത്തൂടെ? എടുക്കാനത് എന്റെ ഫോണല്ലല്ലോ. ഹലോ. ആ മോളെ, എന്താ അമ്മേ? ഉദയന്നൂരിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ നിന്നെ? ഇല്ല. അവിടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന്. ഏ, മുത്തശ്ശിക്ക് എന്ത് പറ്റി? അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന് വല്യേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞേ. അയ്യോ അമ്മേ. കേട്ടിട്ട് സീരിയസ് ആണെന്ന് തോന്നുന്നു മോളെ. വല്യേട്ടൻ അധികം ഒന്നും സംസാരിച്ചില്ല, പെട്ടെന്ന് ഫോൺ വെച്ചു. ഞാൻ ഏതായാലും ഉദയന്നൂരിലേക്ക് പോവാ. മോള് വരുന്നോ? അമ്മേ, അത് ഞാൻ ചോദിക്കട്ടെ അമ്മേ, എന്നിട്ട് ഞാൻ വിളിക്കാം. ഉദയനോട് വിവരം പറ, എന്നിട്ട് വരുന്നെങ്കി വാ, നമുക്ക് ഒരുമിച്ച് പോവാം. വിളിക്കണേ മോളെ. അമ്മയാ?
ഉദയനൊരു മുത്തശ്ശിക്ക് അസുഖം കൂടുതലാണെന്ന്. അമ്മ പോവാൻ തുടങ്ങുക. ഞാനും കൂടി പോയിക്കോട്ടെ. താഴെ ചെന്ന് അമ്മയോട് ചോദിച്ചിട്ട് ഇയാളുടെ സൗകര്യം പോലെ ചെയ്യും. എന്തു പറ്റി വല്യേട്ടാ? അമ്മയ്ക്ക് തീരെ സുഖമില്ല. പെട്ടെന്ന് എന്തു പറ്റി? കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഒരു കുഴപ്പമില്ലായിരുന്നോ? പാരലൈസ്ഡ് ആയി മിണ്ടാൻ പോലും വയ്യാതെ കിടന്നിരുന്ന അമ്മയ്ക്കാണോ ഒരു കുഴപ്പമില്ലായിരുന്നത്? അതെ, ഇടയ്ക്ക് വന്നിട്ട് പോകുന്ന വിസിറ്റേഴ്സിന് അങ്ങനെയൊക്കെ തോന്നും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ക്ഷണിച്ചു വരുത്താൻ വിദ്യേച്ച എന്താ വിരുന്നുകാരിയാണോ? ഇപ്പൊ മുത്തശ്ശിക്ക് എങ്ങനെയുണ്ടെന്ന് പറ. കണ്ണു തുറക്കുന്നില്ല മോളെ. വിളിക്കുമ്പോ ഒരു ചരക്കം മാത്രമേ ഉള്ളൂ. അമ്മ വന്നേ. മുത്തശ്ശി, മുത്തശ്ശി. അമ്മേ, ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ നോക്കിയേ. അമ്മേ, ഞാനാ അമ്മേ. ഇന്നലെ മുതൽ ഇങ്ങനെയാ വിദ്യേട്ടത്തി, ഒരനക്കവും ഇല്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ അമ്മായി? ഡോക്ടർ ഇങ്ങോട്ട് വരുത്തി. രഘുവേട്ടൻ പോയി വിളിച്ചോണ്ട് വന്നു. പൾസ് വീക്കാന്ന ഡോക്ടർ പരിശോധിച്ചപ്പോ പറഞ്ഞത്. ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എന്നാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതിരുന്നില്ലേ? ഞങ്ങൾ നിർബന്ധിച്ച് പറഞ്ഞത് ഏട്ടത്തി. വേണ്ടാന്ന് ഡോക്ടർ തീർത്തു പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യാനാ? കൊണ്ടുപോയാലും ICUവിൽ കിടത്താം, ചിലപ്പോ വെന്റിലേറ്ററിലായിരിക്കും. അത് മാറ്റുമ്പോഴോ? മുത്തശ്ശി, മുത്തശ്ശി. വിളിച്ചിട്ട് ഒരു കാര്യമില്ല നന്ദനെ. ആൺമക്കളെ രണ്ടുപേരും ഞാനും മാറി മാറി വിളിച്ചു. ഈ കിടപ്പല്ലാതെ ഒരു ചലനവും ഇല്ല. ചിലപ്പോ ഒന്ന് മൂളുകയും ഞെരുങ്ങുകയൊക്കെ ചെയ്യും. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി. ഞാൻ വന്നു മുത്തശ്ശി. കണ്ണു തുറക്കും മുത്തശ്ശി. ഒന്ന് കണ്ണു തുറക്കും മുത്തശ്ശി. ഞാനാ. മുത്തശ്ശി, മുത്തശ്ശി. മുത്തശ്ശി. നന്ദനെ വിളിച്ചപ്പോ അമ്മ കണ്ണു തുറന്നല്ലോ. മുത്തശ്ശി. അമ്മേ, എന്തു പറ്റി മുത്തശ്ശി? എന്തു പറ്റി മുത്തശ്ശി? മുത്തശ്ശി. എന്താ മുത്തശ്ശി? മോളെ, ആ വെള്ളം ഇച്ചിരി എടുക്ക്. ഞാനെടുക്കാം. മുത്തശ്ശി, എന്താ മുത്തശ്ശി? പറയേ. ഇതാ. വെള്ളം കുടിക്കും മുത്തശ്ശി. മുത്തശ്ശി, മുത്തശ്ശി. എന്താ മുത്തശ്ശി? മുത്തശ്ശി. അമ്മേ, അമ്മേ. മുത്തശ്ശി, മുത്തശ്ശി. അമ്മേ. മുത്തശ്ശി, അമ്മേ. മുത്തശ്ശി, മുത്തശ്ശി.
അമ്മേ മുത്തശ്ശി മുത്തശ്ശി അമ്മേ അമ്മേ മുത്തശ്ശി അമ്മ മരിച്ചു. കുറച്ച് സമയമായുള്ളൂ. അല്ല, നമ്പ്യാർ എവിടെയാ ഉള്ളത്? ഓ, തൃച്ചിയിൽ നിന്നാ മടങ്ങുന്നത്. ശരിയപ്പം. ഇല്ല, സുഖമില്ലാതെ കിടക്കുമായിരുന്നല്ലോ. ഏയ് വേണ്ട വേണ്ട, വിവരം അറിയിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ശരി, വന്നിട്ട് കാണാം. ബൈ. ശ്രീനി, എൻ്റെ മദർ മരിച്ചു കുറച്ച് സമയം മുമ്പാ. എന്താ പറഞ്ഞത്? ആ, വീട്ടിലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നേരത്തെ കൊണ്ടുവന്നതാ. ക്രിമേഷൻ ഇന്ന് തന്നെ ഉണ്ടാവും. റിലേറ്റീവ്സിനൊക്കെ അറിയിക്കുന്നതേ ഉള്ളൂ. ബ്രദർ കൂടെയുണ്ട്. എന്താ? ശരി ശരി, ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ശ്രീനി ഇപ്പോൾ ഇതിനായി വണ്ടിയെടുത്ത് വരണമെന്നില്ല. ഞാൻ വിവരം അറിയിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ശരി, ഓക്കെ. വാ തുറന്ന് വലിയേട്ടനോട് പറയണം. അല്ല പിന്നെ രഘുവേട്ടന്റെ മാത്രം അമ്മയൊന്നും അല്ലല്ലോ. പ്രതിഭയുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ചോ? കുറെ പേരെയൊക്കെ വിളിച്ചു. എല്ലാവരും ഒന്നും വരില്ല വലിയേട്ടാ. അത്യാവശ്യം അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു. നിന്റെ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചല്ലോ. നാളെ സംസ്കാരം നടത്തിയ പോരെന്നാ ഇടപ്പള്ളിയിലെ ഭദ്രാമാവൻ ചോദിക്കുന്നത്. ലെറ്റ് ഹിം ഗോ ടു ഹെൽ. നമ്മുടെ സൗകര്യത്തിലാണ് നമ്മൾ കാര്യങ്ങൾ നടത്തുന്നത്. അത് മതി വലിയേട്ടാ. ഈ അഭിപ്രായം പറയുന്ന ഭദ്രനമാവൻ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എത്ര കാലമായി. വെറുതെ ഓരോ ബന്ധുക്കള്. രാമപുരത്ത് അമ്മയുടെ ഒരു കസിനില്ലേ, ഒരു എക്സ് മിലിറ്ററി? അവരുടെ ഒന്നും നമ്പറില്ല വലിയേട്ടാ. സഞ്ജയനെ കാർഡടിക്കുമ്പോ അത് ചേർക്കാം. മരണവിവരം യഥാസമയം അറിയിക്കാൻ വിട്ടുപോയതിൽ സദയം ക്ഷമിക്കണം. അങ്ങനെ ഇപ്പൊ എല്ലാരും ചെയ്യുന്നത്. ആളുകളിപ്പം മരണം അറിഞ്ഞ് വന്നു തുടങ്ങും. ഭാസ്കരനെ വിളിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കണം. ടർപ്പാളിയും വലിച്ചേട്ടി ഒരു പന്തലിടണം. മഴ പെയ്താലോ? പിന്നെ കുറെ കസേരകൾ വാടകയ്ക്ക് എടുക്കണം. ചിതയൊരുക്കണം. പിന്നെ തെക്കേ തൊടിയിൽ ഇലഞ്ഞി മരത്തിനപ്പുറത്തായിരിക്കണം ചിത.
അവിടെ അച്ഛനെ ദഹിപ്പിച്ചത്. ആ അവിടെ തന്നെ ഒരു മാവ് നിപ്പുണ്ട്, അത് വെട്ടാൻ പറയാം. അയ്യോ, എല്ലാ കൊല്ലവും ശരിക്കും കായ്ക്കുന്ന മാവാ. അതവിടെ നിൽക്കട്ടെ. ചിതയ്ക്ക് വേണമെങ്കിൽ വേറെ മാവ് കിട്ടിയാ മതി. ഏതാണെന്ന് വെച്ചാ ഭാസ്കരനെ ഏർപ്പാടാക്കണം. ഓ. ഒന്ന് പെട്ടെന്നായിക്കോട്ടെ. ശരി. ചെന്ന് പറയ്. ആ വലിയേട്ടാ, അതെ ചിതയുടെ കാര്യങ്ങളൊക്കെ ഗംഭീരായിരിക്കണ്ടേ? ആളുകൾ വരുന്നതാ. പിന്നെന്താ, ഉദയന്നൂരിലെ അന്തസ്സിനനുസരിച്ച് റോയൽ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ക്ഷീണം. ചന്ദനമുട്ടിയും രാമച്ചവും പിന്നെ എന്തൊക്കെയാന്ന് വെച്ചാ ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. പ്രശ്നം എന്താന്ന് വെച്ചാ ഇതിനെല്ലാം നല്ലൊരു തുകയാവും. പിന്നെ കസേര, പന്തല്, അതിന്റെ കൂടെയുള്ള ആളുകളുടെ കൂലിയും. ഇപ്പൊ എല്ലാം ഒരു പാക്കേജ് ആണേ. വലിയേട്ടൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട് ഇപ്പോ? ഞാൻ ക്യാഷൊന്നും കൊണ്ടുവന്നിട്ടില്ല രഘു. അല്ല, അമ്മ ഇന്ന് മരിക്കുമെന്ന് പ്രതീക്ഷയല്ലോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെയും കാര്യമായിട്ടൊന്നും ഇരിപ്പില്ല. തൽക്കാലം ATM എടുത്താ പോരെ? ATM ഒരു ദിവസം എത്ര രൂപ എടുക്കാൻ പറ്റും? അതുകൊണ്ടൊന്നും തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് ചെക്ക് കൊടുത്താരെങ്കിലും ഒന്ന് ബാങ്കിലേക്ക് വിട്. ഹലോ, അതെ ഇന്നായിരുന്നു. ഇല്ലില്ല, തീരുമാനിച്ചിട്ടില്ല. ശരി. അല്ല, വലിയേട്ടനൊന്നും പറഞ്ഞില്ല. ഏതായാലും നീ ഒറ്റയ്ക്ക് സഫർ ചെയ്യണ്ട. വലിയേട്ടി ഷെയർ ഇടുവോ? അതായത് ഇപ്പൊ ചെലവാക്കുന്ന പൈസയുടെ പങ്കെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് എത്ര രൂപയാവോ അത് ഞാനും രഘുവും വിദ്യയും കൂടെ എടുത്തോളാം. Yeah.